കായംകുളത്തെ മതപ്രാർത്ഥനാ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. കായംകുളം നഗരസഭയിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി. ബി.ജെ.പി. സൗത്ത് ജില്ലാധ്യക്ഷൻ സന്ദീപ് വാചസ്പതി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കായംകുളത്ത് സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനത്തിന് മുന്നോടിയായി മതപ്രാർത്ഥന നടന്നത്. ബി.ജെ.പി. കായംകുളം ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് നഗരം ചുറ്റി നഗരസഭയ്ക്ക് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ച് ബി.ജെ.പി. ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി ഉദ്ഘാടനം ചെയ്തു. CPM തുടർഭരണത്തിനായി മതമൗലികവാദികളെ കൂട്ടുപിടിക്കുകയാണെന്നും അതിന്റെ ഭാഗമായാണ് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു. കുറെ കാലങ്ങളായി നാലോട്ടിന്റെ പേരില് ഈ നാട്ടിലെ മുസ്ലിം മതവിഭാഗത്തെ പീഡിപ്പിച്ചാല് തുടർഭരണം കിട്ടുമെന്നൊക്കെയുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് പിണറായി വിജയനും CPIM. അതിവിടെ മാത്രമല്ല, ഈ നാട്ടില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീക്ഷണത്തില് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള സഖാക്കന്മാരും സാധാരണ ജനങ്ങളുമൊക്കെ രണ്ടാം കിട പൗരന്മാരാ. ഈ നാട്ടിലെ ഒന്നാം കിട പൗരന്മാരെന്നുള്ള അധികാരം അവര് പൊതിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപറ്റം മതമൗലികവാദികളായ മുസ്ലിങ്ങൾക്കാ. ഇത് CPIMന്റെ പോളിറ്റ് ബ്യൂറോയുടെ നയം തന്നെയാണ്. അതുതന്നെയാണ് കേരളത്തിലും ആലപ്പുഴയിലും കായംകുളത്തും ഒക്കെ നടപ്പാക്കുന്നത് എന്നും ഞങ്ങൾക്കറിയാം. പക്ഷേ അത് ഈ നാടിനെ വലിയ ആപത്തിലേക്ക് നയിക്കുമെന്നാണ് ബി.ജെ.പിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ബി.ജെ.പി. കായംകുളം മണ്ഡലം പ്രസിഡന്റ് R. വിനോദ്, ദക്ഷിണ മേഖലാ അധ്യക്ഷൻ K. സോമൻ, മുൻ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ M.V. ഗോപകുമാർ, പാലമുറ്റത്ത് വിജയകുമാർ, ബിബിൻ C. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ആലപ്പുഴ.